പായസം കുടിക്കാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. ഒരുപാട് വ്യത്യസ്ത തരം പായസങ്ങളും ഇന്ന് ലഭ്യമാണ്. എന്നാൽ പപ്പടം കൊണ്ടുള്ള പായസം കഴിച്ചിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പപ്പടം കൊണ്ടുള്ള ഒരു സ്വാദിഷ്ടമായിട്ടുള്ള പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കായി ഇന്ന് ഇത് പരിചയപ്പെടുത്തുന്നു ആനന്ദ്. പപ്പടം കൊണ്ടുള്ള പായസം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട ചേരുവകൾ: 1 കപ്പ് മൈദ, 1 നുള്ള ഉപ്പ്, വറുക്കാൻ ആവശ്യമായ എണ്ണ, 1/2 കപ്പ് പഞ്ചസാര, നെയ്യ്, 1 നുള്ള ഏലക്ക, 8-10 ഉണക്കമുന്തിരി, 8-10 കശുവണ്ടി, 5-6 ബദാം, 100 മില്ലി വെള്ളം, 1/2 ലിറ്റർ പാല്. ഇനി ഇത് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിൽ മൈദ എടുക്കുക. അതിലേക്ക് 1 നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇവിടെ ആവശ്യത്തിന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് വീണ്ടും നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഇവിടെ ഒരു ചപ്പാത്തി പരുവത്തിന് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ബദാമും കശുവണ്ടിയും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇത് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ ചെറുതീയിൽ വറുത്തെടുക്കണം. നന്നായി നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി തിളപ്പിക്കുക. നന്നായി തിളച്ച് വന്നു കഴിയുമ്പോൾ ഇതിൽ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി 1 നുള്ള ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായി തിളപ്പിക്കാം. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഒരു ചപ്പാത്തി പലക എടുത്ത് അതിൽ അല്പം മൈദപ്പൊടി വിതറുക. ഇനി നമ്മൾ കുഴച്ചു വെച്ചിട്ടുള്ള മൈദമാവ് ചെറിയ ഉരുളകളാക്കി എടുത്ത് പരത്തിയെടുക്കാം. എല്ലാം തന്നെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുക്കുക. അതിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കാം. ആവശ്യത്തിന് എണ്ണ എടുക്കുക. ഇത് വറുത്തെടുക്കാനുള്ളതാണ്. എന്നിട്ട് പരത്തി വെച്ചിട്ടുള്ള നമ്മുടെ പപ്പടം ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഇവിടെ എല്ലാം തന്നെ അങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലെടുക്കുക. ഇതിലേക്ക് പപ്പടം ഓരോന്നായിട്ട് ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പപ്പട പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു പായസം നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.